പശ്ചിമബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും എംപിമാരും ബിജെപിയിലേക്ക് കൂടുമാറുന്നു എന്ന വാർത്തകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏകദേശം 20ഓളം എംപിമാർ പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് ചേരാൻ ഒരുങ്ങുന്നതായി ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നു. ഈ നീക്കം യഥാർത്ഥത്തിൽ അത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ അന്തരീക്ഷം അതീവ സങ്കീർണവും അസ്ഥിരവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങളും തുടർന്നുണ്ടായ രൂക്ഷമായ രാഷ്ട്രീയ പോരാട്ടങ്ങളും ബംഗാളിലെ പൊതുമണ്ഡലത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന തലത്തിലുള്ള ഈ രാഷ്ട്രീയ പാരസ്പര്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും അലയൊലികൾ ഇപ്പോൾ സംസ്ഥാന അതിർത്തികൾ ഭേദിച്ച് ദേശീയ പാർലമെന്ററി തലത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നത് ബംഗാൾ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വമ്പിച്ച മാറ്റങ്ങളുടെ വ്യക്തമായ സൂചനയാണ്. ദശാബ്ദങ്ങളായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ അപ്രമാദിത്യം ഉറപ്പിച്ചു നിർത്തിയിരുന്നതും പാർട്ടിയുടെ അപ്രതിരോധ്യമായ കോട്ടകളായി കരുതിപ്പോന്നതുമായ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ന് ബിജെപിയുടെ വേരോട്ടം അതിശക്തമായി കഴിഞ്ഞു എന്നത് തൃണമൂൽ നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. സംഘടനാപരമായ ഈ അടിത്തറ ഇളകൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിലും ജനപ്രതിനിധികൾക്കിടയിലും വലിയ അരക്ഷിതാവസ്ഥയും ആശങ്കയും പടർത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കാനും ബംഗാളിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനും ബിജെപി കേന്ദ്ര നേതൃത്വം നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കി തീർത്തിരിക്കുകയാണ്. പാർട്ടിയിലെ അതൃപ്തരായ നേതാക്കളെയും എംപിമാരെയും പാളയത്തിലെത്തിക്കുന്ന ബിജെപിയുടെ ഈ ഓപ്പറേഷൻ തൃണമൂലിന്റെ ആഭ്യന്തര സ്ഥിരതയെ തകർക്കുന്നതിനൊപ്പം മമതാ ബാനർജിയുടെ ഭാവി രാഷ്ട്രീയ പദ്ധതികളെ പോലും അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്രതിസന്ധിയായി പരിണമിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ലോക്സഭയിൽ തനിച്ച് ഭൂരിപക്ഷം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിജെപി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറ്റ് പാർട്ടികളിലെ അതൃപ്തരായ നേതാക്കളെയും എംപിമാരെയും പാളയത്തിലെത്തിക്കുന്ന ബിജെപിയുടെ പതിവ് തന്ത്രമാണ്. ഇത്തവണ തൃണമൂലിന്റെ ശക്തരായ നേതാക്കളെ അടർത്തിയെടുക്കുന്നതിലൂടെ മമതാ ബാനർജിയുടെ ഭരണം ദുർബലപ്പെടുത്താനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനും ബിജെപി ശ്രമിക്കുന്നു. ഈ അതീവ ഗൗരവകരമായ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ വരും ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും. ഇതിനകം തന്നെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് നിരവധി നേതാക്കളും ജനപ്രതിനിധികളും ബിജെപിയിലേക്ക് ചേക്കേറിയത് തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാപരമായ ഐക്യത്തെയും അച്ചടക്കത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പ്രമുഖർ കൊഴിഞ്ഞുപോയത് അണികളിൽ വലിയ ആശയക്കുഴപ്പവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ നേതാക്കൾ ബിജെപിയിലേക്ക് കൂടുമാറുന്നത് പാർട്ടിയിലെ വിശ്വസ്തരായ അണികൾക്കിടയിൽ കടുത്ത നിരാശ പടർത്തുന്നുണ്ടെന്ന് മമതാ ബാനർജിക്ക് നന്നായിട്ട് അറിയാം. ഈ സാഹചര്യത്തിൽ പാർട്ടിയിലെ അതൃപ്തരായ നേതാക്കളെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരികയും ചെതറിപ്പോയ അണികളെ ഒന്നിപ്പിച്ച് അവരിൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നതും മമതയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല. മറിച്ച് കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവശ്യമുള്ളതുമായ ഒരു വലിയ പോരാട്ടമായിരിക്കും അവർക്ക് മുന്നിലുള്ളത്. പാർട്ടിയിലെ പിളർപ്പുകൾ തടയുന്നതിനായി അടിത്തട്ടിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ബിജെപിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ പ്രതിരോധിക്കാനായി കൂടുതൽ ശക്തമായ ജനകീയ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകാനും അവർ നിർബന്ധിതരാകും. മമതാ ബാനർജിയുടെ നേതൃത്വപരമായ കഴിവുകൾക്കും രാഷ്ട്രീയ പാരമ്പര്യത്തിനും വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് അസാധാരണമായ ഇച്ഛാശക്തിയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളും സ്വീകരിക്കേണ്ടി വരും. 20 എംപിമാർ പാർട്ടി വിടുക എന്നത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ സംഖ്യയാണ്. പാർലമെന്റിൽ തങ്ങളുടെ അംഗബലം കുറയുന്നത് കേന്ദ്ര സർക്കാരുമായുള്ള പോരാട്ടത്തിൽ പാർട്ടിയുടെ ശബ്ദത്തെ ദുർബലമാക്കും. മറുഭാഗത്ത് ബിജെപിക്ക് ഈ നീക്കം ലോക്സഭയിലെ ഭൂരിപക്ഷം കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നിരയിലെ പ്രധാന കക്ഷികളിൽ ഒന്നായ തൃണമൂലിന്റെ ദൗർബല്യം മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ പശ്ചിമ ബംഗാളിലെ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം സംസ്ഥാനത്തിന്റെ വികസനത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും ബാധിച്ചേക്കാം. ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം തെരുവുകളിൽ നിന്ന് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മാറുമ്പോൾ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്നതും വലിയ ചോദ്യമാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് എംപിമാർ ബിജെപിയിലേക്ക് മാറുന്നു എന്ന വാർത്തകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇത്തരം നീക്കങ്ങൾ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും അത് പശ്ചിമ ബംഗാളിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും നിർണായകമായ ഒരു അധ്യായമായി മാറുമെന്നും കരുതാം.